എന്നാലേ ഏൻ ജ്വല്ലറിയുടെ കാര്യം അങ്ങനെയല്ല. അവർ ഈ മേഖല പിടിച്ചടക്കാൻ തന്നെയാ വന്നിരിക്കുന്നത്. നിന്റെ മുത്തശ്ശൻ നേർവഴിക്ക് സഞ്ചരിക്കുന്ന കൂട്ടത്തില. ഇനി എതിരാളികൾ എത്ര വളർന്നാലും അവരെ തറ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവര് കളിക്കുന്ന വൃത്തികെട്ട കളിയൊന്നും അദ്ദേഹം കളിക്കില്ല. എനിക്ക് പക്ഷെ നേരായ മാർഗത്തിൽ പോയാൽ സത്യങ്ങളൊന്നും അറിയാൻ പറ്റും തോന്നുന്നില്ല. അതിന് കുറച്ച് വളഞ്ഞ വഴി സ്വീകരിച്ചേ പറ്റൂ. ഏൻ ജ്വല്ലറിയുടെ ഇന്റീരിയർ വർക്ക് തുടങ്ങിയതുകൊണ്ട് നിനക്കും കല്യാണിക്കും നിരന്തരം അവരെ കാണേണ്ടി വരും. ഈ അലച്ചിലടയില് നീ നിന്റെ കുഞ്ഞിന്റെ കാര്യം കൂടി ശ്രദ്ധിച്ചോണേ. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഗംഗാപ്രസാദ് മരിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളിപ്പോ അനുഭവിക്കുന്ന മനസ്സമാധാനം ഉണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിൽ യഥാർത്ഥ കള്ളനെ കണ്ടുപിടിക്കണം. അതുപോലെ 2 തവണയാ അവർ ആദർശേട്ടനെ ചതിയിൽ പെടുത്താൻ നോക്കിയത്. ശരിയടാ. ഇന്റീരിയർ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കല്യാണി പോകുമ്പോ ഞാനും കൂടെ പോകുന്നുണ്ട്. ആ ഡെലിയുമായിട്ട് ഞാനിപ്പോ നല്ല പരിചയത്തില്. പരമാവധി അയാളുമായിട്ട് ഞാൻ എടുക്കാൻ നോക്കാം. അതോടൊപ്പം നീ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ തമ്മിൽ അടുപ്പണമെന്ന് ഒരിക്കലും അയാൾ അറിയാൻ പാടില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ വഴിക്ക് വിട്ടോ. എന്റെയും കല്യാണിയുടെയും എല്ലാ സഹായവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ശരി തന്നെ. ജലജെ, എന്താടി പുറത്തോട്ട് ഇറങ്ങാൻ വന്ന നീ എന്നെ കണ്ടപ്പോ അകത്തോട്ട് പോയത്? അയ്യോ, ഞാൻ പുറത്തോട്ടൊന്നും പോകാൻ പോയതല്ല, ഞാൻ അടുക്കളയിലോട്ട് പോകാൻ പോയതാ. ഏട്ടത്തേക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ടപ്പോ ഞാൻ പറഞ്ഞോളാം. ദേ, ഒരുത്തി ചൂട് പിടിച്ചിരിക്കുവാണ് എന്റെ മരുമോള്. എന്തിനാണ് ചന്തമോളെയും കൊണ്ട് അഭി പുറത്തു പോയത് എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. അവള് വിളിച്ചിട്ടും അവൻ നിന്നില്ലല്ലോ. ഇനി അതിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെ നടക്കും അറിയത്തില്ല. അങ്ങനെ അവള് വഴക്കിന് വന്നാ നന്നായി സംസാരിക്കാൻ അറിയാവുന്നവരാണല്ലോ നീയും നിന്റെ മകനും ഒക്കെ. അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. അവളുടെ വായടപ്പിക്കാനുള്ളത് പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും നാമിന് മുമ്പിൽ വരുമല്ലോ. അവരെത്തിന്നാ തോന്നുന്നത്. അങ്ങോട്ട് ഇട്ടോണ്ട് പോയ ഡ്രസ്സ് അല്ലല്ലോ മോളിപ്പോ ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു മോൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കണമെന്ന്. അതുകൊണ്ട് അവൻ അങ്ങനെ ഒരു സൗജന്യം ചെയ്തായിരിക്കും. എങ്ങനെയുണ്ട് മോളെ ചെറിയച്ചനുമായിട്ട് പുറത്തു പോയിട്ട്? മോൾക്ക് വേണ്ടതൊക്കെ ചെറിയച്ചൻ വാങ്ങി തന്നോ? ആഹാ, പുതിയ ഡ്രസ്സൊക്കെയാണല്ലോ ഇട്ടിരിക്കുന്നത്. അത് ആഹാരം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ അതെല്ലാം ഒമിറ്റ് ചെയ്തു വെച്ച്. പിന്നെ അഴുക്കായ ഡ്രസ്സ് മാറ്റിയിട്ട് അവിടെ വെച്ച് പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുത്ത് ഞാൻ. അച്ഛനെ അമ്മേനെയും കണ്ടായിരുന്നു. ആഹാ, നീ മോളെ കൊണ്ട് ആദർശിന്റെ അടുത്ത് പോയോ? ഞങ്ങള് പോയതല്ല അമ്മായി. ആഹാരം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവരെ യാദൃശ്യമായിട്ട് കണ്ടതാ. ആ സമയത്ത് ചന്തുമോള് ഒമിറ്റ് ചെയ്തത്. അമ്മ മോളൊന്ന് പിടിച്ച്. അയ്യേ, ഇനി ഇവളെ കുളിപ്പിക്കാതെ ഞാനൊന്നും എടുക്കത്തില്ല. എന്താ നിനക്ക് എടുത്താലും മര്യാദയ്ക്ക് കുഞ്ഞിനെ എടുക്കടി. ചെല്ലു മോളെ. വാ മോളെ. അല്ലെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളാവുമ്പോ ആഹാരം പിടിക്കാതെ വന്ന ഒമിറ്റ് ചെയ്യത്തില്ലേ? സാരമില്ല മോളെ. നീ മനഃപൂർവ്വം വയറ് കേടാവുന്ന ഭക്ഷണമാണോ കുഞ്ഞിന് വാങ്ങിക്കൊടുത്തത്? അയ്യോ അല്ല, നല്ല ഹോട്ടലിൽ നിന്ന് നല്ല ഭക്ഷണം തന്നെ മേടിച്ചു കൊടുത്തത്. മോളെല്ലാം ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്തു. കഴിച്ചത് ഇത്തിരി കൂടുതലായി പോയി. അതുകൊണ്ടാണ് വൊമിറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ മൂക്ക് ഇത്തിരി ആർത്തി കൂടുതലാ. നീ നിന്റെ സ്വഭാവം പറയണ്ട. പലപ്പോഴും മോളെ നിർബന്ധിച്ച ഫുഡ് കഴിപ്പിക്കുന്നത്. ഇനി നീ വാചകം അടിച്ചോണ്ട് നിൽക്കാതെ മോളെ കൊണ്ടുപോയി കുളിപ്പിക്കാൻ നോക്ക്. ശരി ഏട്ടത്തെ. എന്റെ ദൈവമേ, ഇവള് കാണിക്കുന്നതിനൊക്കെ ഇവക്ക് കടുത്ത ശിക്ഷ കിട്ടണേ. ഞാൻ വഴിയിൽ വെച്ച് ഏട്ടനെ ഏട്ടത്തെയും കണ്ടപ്പോ അവര് പോയപ്പോ ഈ വീടിന്റെ താളം തെറ്റിപ്പോയി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞായിരുന്നു. നീ എന്തിനാ അങ്ങനെ പറഞ്ഞ്? അവര് തിരിച്ചു വരുന്നത് നിനക്ക് അത്ര വലിയ സന്തോഷമുള്ള കാര്യമാണോ? അവരില്ലാത്തതിനൊരു കുറവ് എല്ലാ അർത്ഥത്തിലും ഈ വീട്ടിലുണ്ടല്ലോ അമ്മായി. ആ കുറവല്ലേ നിന്റെ അമ്മയുടെ സന്തോഷം. മോളിലൊരുത്തി കാത്തിരിപ്പുണ്ട്. ചെല്ല്, ഇനി അവൾക്ക് കൊടുക്കാനുള്ള മറുപടി കൂടി കൊടുക്ക്. അതുകൊണ്ടാണ് ഞാൻ മോളിലേക്ക് പോകാത്തത്. ഇപ്പൊ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അവളെന്നെ വലിച്ചു കീറിയെന്ന് വരും. അതുകൊണ്ട് ഒന്നുകൂടെ അവളൊന്ന് ശാന്തമായിട്ട് ഞാൻ പോവാം അമ്മായി. അങ്ങനെ നീ ഒളിച്ചോടാനൊന്നും നിൽക്കണ്ട. ചെല്ല്, നീ അവളുടെ അടുത്തോട്ട് തന്നെ ചെല്ല്. എന്നാലും ഞാൻ എന്തു പറയാ അമ്മായി അവളോട്? ചന്തുമോളെ കൊണ്ട് പോയപ്പോ അവള് പിന്നാലെ വന്ന് വിളിച്ചത് അമ്മായിയും കണ്ടതല്ലേ? ആ നേരത്തെ നീ എന്തുകൊണ്ട് അവളുടെ വിളി കേൾക്കാതെ പോയെന്ന് അവൾ ചോദിച്ചാ അതിനുള്ള ഉത്തരം നീ കൊടുക്കണം. ഇങ്ങനെ പോയ അവൾ എത്രയും പെട്ടെന്ന് സത്യം അറിയുമെന്ന് എനിക്ക് തോന്നുന്നത്. അറിയട്ടെടാ, അറിയട്ടെ. അതുകൊണ്ട് എനിക്കോ എന്റെ മകനോ എന്റെ മരുമകൾക്കോ ഒരു നഷ്ടവും ഇല്ല. ആദർശിന്റെ പിന്നാലെ പോകുന്ന നയനയെ നവ്യ ഏതു നേരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്റെ മോനെ ഏറ്റവും മോശമായ രീതിയിൽ അവളിപ്പോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കണ്ടും കേട്ട് സഹിച്ചുവാ ഇവിടെ ഉള്ളവര് ജീവിക്കുന്നത് തന്നെ. പിന്നെ നിന്നോടും നിന്റെ അമ്മയോടും ഒക്കെ ഞങ്ങൾ സിമ്പതി കാണിക്കേണ്ട കാര്യം എന്താ? ഒറ്റ നിമിഷം കൊണ്ട് വേണമെങ്കിൽ എല്ലാം അവസാനിപ്പിക്കാം. പക്ഷേ നിന്റെ സ്വഭാവം അല്ല ഞങ്ങളുടെയൊക്കെ. അതുകൊണ്ടാ ഞങ്ങളായിട്ട് സത്യങ്ങളൊന്നും നവ്യോട് പറയണ്ടെന്ന് തീരുമാനിച്ചു തന്നെ. പക്ഷേ നീയും നിന്റെ അമ്മയും ഇതുപോലെ കിടന്ന് ശ്വാസം മുട്ടുമ്പോ അവള് ന്യായമായിട്ട് എന്തായാലും സംശയിക്കും. അങ്ങനെ അവള് സ്വയം കണ്ടെത്തട്ടെ നിന്റെ മകളാണ് ചന്തുമോളെന്ന്. ചെല്ലടാ, ചെല്ല. അവളുടെ മുന്നിലേക്ക് തന്നെ നീ പൊയ്ക്കോ. രാക്ഷസി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അത് കണ്ടോണ്ടിരിക്കുക. എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് അവൾ തിളയ്ക്കാന്ന് അറിയില്ല. നബിയെ, നീ ഒരു തേട്ട് പുറത്തോട്ട് പോയപ്പോഴേ ഞാൻ വിളിച്ച നീ കേട്ടില്ലേ? ഇല്ല, കേട്ടില്ല. ഭർത്താവെന്ന് മറന്നതിന്റെ കരണമടിച്ച് പൊളിച്ചേനെ ഞാൻ. നീ കേട്ടിട്ടും കേൾക്കാത്ത പോലെ അവളെ കൊണ്ട് പോവായിരുന്നു. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നേ? അങ്ങനെ ചെയ്യാൻ മാത്രം അവള് നിന്റെ ആരാ? നിന്റെ മൂത്തമ്മായി പറയുന്നുണ്ട് നിനക്കും ആ കുഞ്ഞിന് നല്ല സാമ്യമുണ്ടെന്ന്. അതിലെന്തേലും സത്യമുണ്ടോ? അല്ല, നീ എന്തൊക്കെയാ നവിയെ പറയുന്നേ? അല്ലെങ്കിൽ പിന്നെ നീ നിന്റെ അമ്മയൊക്കെ ഈ ചന്തുവിനോട് ഇങ്ങനെ സ്നേഹം കാണിക്കേണ്ട കാര്യം എന്താ? കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. എന്താ നീ ഒന്നും പറയാത്തെ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് അറിയാലോ നവിയെ. നിന്റെ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടോളാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏൻ ജ്വല്ലറിയിൽ നിനക്കൊരു ജോലി വാങ്ങി തരാൻ എന്നെ കൊണ്ട് പറ്റും. ഇപ്പൊ എനിക്ക് അതിനുള്ള സ്വാധീനമുണ്ട്. നമ്മുടെ എതിരാളികളാണ് അവര്. അതിനെന്താ? അങ്ങനെ നമ്മുടെ എതിരാളികളുടെ അടുത്താ നീ ജോലി ചെയ്യേണ്ടത്. നിന്നെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയതല്ലേ? അങ്ങനെ പുറത്തായി നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പണി വേണ്ടേ? അനന്തപുരി ട്രസ്റ്റിൽ അംഗമാണെന്ന് കരുതിയിട്ടേ എന്നും അവരുടെ ചെലവിലങ്ങ് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് സ്വന്തമായിട്ടൊരു വളർച്ച വേണ്ടേ? അല്ല, നീ എന്താ പറയുന്നത് വെച്ചാൽ അതുപോലെ ഞാൻ ചെയ്തോളാം. അതൊക്കെ നീ വിട്. നല്ലൊരു ഭാവി നിന്റെ മുന്നിലുള്ളപ്പോ നീ എന്തിനാ എന്നെ എന്റെ കുഞ്ഞിനെയും കുറിച്ച് ചിന്തിക്കാതെ വഴിതെറ്റി വന്ന ഒരുത്തിയായിട്ട് പുറത്തേക്ക് പോയത്? അത് പിന്നെ ആദർശം നയനൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ആ കുഞ്ഞിനെ കണ്ടപ്പോ എനിക്കൊരു സഹതാപം തോന്നിയതാ. കുഞ്ഞുങ്ങളോടൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാ. ഓ ആണല്ലോ. ദേ ഇരിക്കുന്നു സ്വന്തം കുഞ്ഞ്. ഞങ്ങൾ രണ്ടുപേരും റെഡിയാ. മോനെ എടുക്ക്, ഇനി പോവാ.
നമുക്ക് പുറത്തൊക്കെ ചുറ്റിയിട്ട് വന്നാൽ മതി. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നാലേ ഉള്ളൂ നവ്യേ. അതിനെന്താ കുഴപ്പം? ഇനി ഒന്നുകൂടെ പുറത്തേക്ക് പൊയ്ക്കൂടെ? എന്റെ മോനെ, ഈ നാട് കണ്ട് വളരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നിന്റെ കയ്യിൽ പൈസ ഇല്ലാന്നൊക്കെ അറിയാം, എന്നാലും ഞങ്ങൾക്കൊപ്പം ഒന്ന് വന്നൂടെ? ശരി, എന്നാ പിന്നെ പോവാം. ഒരുത്തനെ സ്വന്തം കുഞ്ഞിനെ നോക്കാൻ വയ്യാത്തോണ്ട് വീട് വിട്ടു പോയി. എന്നിട്ട് അതിന് ഓരോരോ കാരണങ്ങളും പറഞ്ഞു. ഇപ്പൊ അവൻ ചെയ്യേണ്ടതൊക്കെ വേറൊരുത്തൻ ചെയ്യുക. അത് ഒരു പെണ്ണ് സഹിക്കത്തില്ല. നടക്ക്. എടാ, എങ്ങോട്ട് പോടാ? അവയ്ക്കൊന്ന് കുഞ്ഞുമായിട്ട് പുറത്തോട്ട് പോണെന്ന് പറഞ്ഞു. അതൊക്കെ നല്ല കാര്യം. അങ്ങനെ സ്വന്തം കുഞ്ഞുമായിട്ട് പുറത്തു പോകുമ്പോ ചന്തുമോളെ കൂടി പുറത്തു കൊണ്ടുപോകാൻ മറക്കരുത്. ചന്തുമോളെ എന്തിനാമ ഇവൻ പുറത്തു കൊണ്ടുപോകുന്നേ? അവളെ ശരിക്കും പുറത്തു കൊണ്ടുപോകുന്നതും കൂടെ താമസിപ്പിക്കേണ്ടതൊക്കെ ആദർശേട്ടനല്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എന്താ തോന്നാത്തത്? അവളെന്താ അഭിയുടെ മോളാണോ? അതുകൊണ്ടാണോ ഇവനോട് പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞത്? അതെ, അമ്മായിട്ട് വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. പുറത്തേക്ക് പോകാൻ ഇറങ്ങിയല്ലേ? നീ വാ, പോവാൻ നമുക്ക്. പോണമെന്ന് നിനക്ക് നിർബന്ധമാണോ? ഇവന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ എനിക്ക് നിർബന്ധമാണ്. എന്താ ഞങ്ങൾക്ക് പുറത്തു പോകണ്ടേ? എന്റെ കുഞ്ഞിന് പുറം ലോകം ഒന്നും കാണണ്ടേ? ആ, ഭാര്യയുടെയും കുഞ്ഞിന്റെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കണം. അതിന്റെ ഇടയ്ക്ക് സ്വന്തം കടമകൾ മറക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. ഇവന് ജോലിയും കൂലിയൊന്നും ഇല്ല, അതുകൊണ്ടാ ഇവനോട് ഇവന്റെ അമ്മയോടും എല്ലാരും അധികാരം കാണിക്കുന്നത്. അതെ, അധിക നാളൊന്നും തുടരില്ല മായി. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല നവ്യെ. ഈ വീട്ടിൽ ബുദ്ധി ഉറക്കാത്തൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് നീ മാത്രമാ. നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചറിയേണ്ട കാര്യങ്ങള് നീ തിരിച്ചറിഞ്ഞാന്. ആൾക്കാരെ നീ മനസ്സിലാക്കിയനെ. പ്രത്യേകിച്ചും എന്റെ മകനെയും നിന്റെ അനിയത്തിയെ. എന്റെ അനിയത്തി എനിക്കറിയാം. അമ്മായിയുടെ മോന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഒരുത്തിയ അവള്. അതിൽ മാത്രമേ എനിക്ക് അവളോട് ദേഷ്യമുള്ളൂ. ശരിക്കും പറഞ്ഞാലേ അമ്മായിയുടെ മോനും ഒക്കെ അവളുടെ പാദത്തിൽ പൂവിട്ട് പൂജിക്കണം. അവളെ പോലൊരു പെൺകുട്ടി അല്ലായിരുന്നെങ്കിലേ ഈ വീടിനകത്ത് ഇപ്പൊ എന്നും അടിയും വഴക്കും ഒക്കെ ആയിരുന്നേനെ. ഇവിടെയുള്ളവരെ കോടതി കയറേണ്ടി വന്നേനെ. അമ്മായിയുടെ മോൻ ചിലപ്പോ ജയിലിലും കിടന്നേനെ. എന്റെ അമ്മായി ഒന്നും പറഞ്ഞേക്കില്ലേ? അവൻ ഇങ്ങനെ കിടന്ന് നട്ടം തിരിയട്ടെ. എന്തായാലും അവനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇനി കണ്ണാടിയിലും നോക്കി. അതെ, സ്വയം തിരിച്ചറിയുന്നുണ്ടോ? ഇതേ ഞാനല്ല. അതെ, ദേ ഈ കൂളിംഗ് ഗ്ലാസ് കൂടി വെക്കണം. ഗ്ലാസ് ഒരു കാരണവശാലും മാറ്റരുത്. ഗ്ലാസ് ഇല്ലെങ്കിലും ആരും തിരിച്ചറിയാനൊന്നും പോകുന്നില്ല. കുറച്ച് നരയിടണോ? വേണ്ട. ഇപ്പൊ എല്ലാരും ഡൈ അല്ലേ. പിന്നെ ചിലപ്പോ അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നും. ജ്വല്ലറിക്കാര് അത്ര മണ്ടന്മാരൊന്നുമല്ല. മൂർത്തി ജ്വല്ലറിയിലെ പ്രശ്നങ്ങളായതുകൊണ്ട് അവരും തിരിച്ചടി എന്തെങ്കിലും വഴിയേ വരുമെന്ന് ചിന്തിക്കാതിരിക്കില്ല. അങ്ങനെ അവർ ചിന്തിക്കാനുള്ള സാധ്യത വളരെ കുറവാ. കാരണം മുത്തശ്ശന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. മുത്തശ്ശൻ സ്ട്രെയിറ്റ് ആയിട്ടാ പോവാറ്. വളഞ്ഞ വഴിയൊന്നും ശീലിച്ചിട്ടുമില്ല. എന്നാൽ ഇവിടെ ഞാൻ ചതിക്കപ്പെട്ടത് 2 തവണ. ഗൾഫിൽ വെച്ചും പിന്നെ മുംബൈയിൽ വെച്ചും. ആ ഷോക്കിൽ നിന്ന് ഇതുവരെ ഞാൻ റിക്കവർ ആയിട്ടില്ല. അവര് കളിച്ചതുപോലെ നാണംകെട്ട കളിയൊന്നുമല്ല നമ്മൾ കളിക്കാൻ പോകുന്നത്. ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ എതിരാളികളെ കണ്ടെത്തും. അതിന് ഇതുപോലുള്ള വേഷങ്ങൾ സ്വീകരിക്കുന്നു മാത്രം. കിരണേട്ടന്റെയും കല്യാണിയുടെയും ജീവിതത്തിൽ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ഒരുത്തൻ വേഷം കിട്ടിയത് അറിയാലോ. ഇനി അവനൊരു ക്രിമിനൽ അല്ലേ? എങ്കിലും അതൊക്കെ കിരണിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നമ്മൾ സഞ്ചരിച്ചേ പറ്റൂ. മൂർത്തി ജ്വല്ലറിയും അനന്തപുരി തറവാടും തകർന്നു എന്നൊരു തോന്നല് ജ്വല്ലറിയുടെ തലപ്പത്തുള്ളവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ തോന്നൽ ശക്തിപ്പെടണം. എങ്കിൽ മാത്രമേ അവരൊന്ന് ഒതുങ്ങൂ. നീ ഒരു കാര്യം മനസ്സിലാക്കി, ഈ വന്നിരിക്കുന്നവരാരും തന്നെ എന്റെ ശത്രുക്കളല്ല. പിന്നെ അവരൊക്കെ മുത്തശ്ശനെ ടാർഗറ്റ് ചെയ്ത് വന്നിരിക്കുന്നവരാ. കാരണം തെറ്റ് ചെയ്യുന്നവരോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം മുത്തശ്ശന്റേത്. സ്വന്തം കൊച്ചുമോനായ എന്നോട് പോലും കാരണം കാണിച്ചിട്ടില്ല. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? അങ്ങനെ മുത്തശ്ശനെ ഇന്ന് തിരിച്ചടിയുണ്ടായ ആരുമാണ് നമുക്കെതിരെ വന്നിരിക്കുന്നത്. അല്ല, അവിടെ പോയിട്ട് ഹിന്ദി സംസാരിക്കണ്ടേ? അത് വല്ലതും പിടിയുണ്ടോ? ഹിന്ദിയിൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല. പിന്നെ ചെന്ന് കയറുമ്പോ തന്നെ 10-30 വർഷമായിട്ട് കേരളമായിട്ട് ബന്ധമുണ്ടെന്ന് പറയും. അപ്പൊ പിന്നെ മലയാളം പറയുമ്പോൾ സംശയം തോന്നില്ലല്ലോ. കല്യാണി പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും ഈ വേഷം കെട്ടി വിട്ടാ മതിയായിരുന്നു. അത് പാടില്ല. മറ്റൊരാൾ പോയാ അയാളെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു വിടുന്ന കാര്യങ്ങൾ മാത്രമേ അയാളുടെ മനസ്സിലുണ്ടാവൂ. ഇത് അങ്ങനെയല്ല. ഞാൻ ജ്വല്ലറിയുടെ ഓഫീസിൽ എത്തുന്ന സമയം മുതൽ എന്റെ കണ്ണുകൾ അന്വേഷണത്തിലായി. പിന്നെ ഡേവിഡുമായിട്ടുള്ള സംസാരത്തിനിടയിൽ നമുക്ക് വേണ്ടുന്ന ചില വാക്കുകൾ കിട്ടുകയും ചെയ്യും. അതുപോലൊരു ബിസിനസ് ഡീലിനെ പറ്റിയാ ഞാൻ പറയാൻ പോകുന്നത്. ഷെയർ മാർക്കറ്റിൽ കുതിച്ചുയരുന്ന ജ്വല്ലറിക്ക് വീണ്ടും ഒരു കുതിപ്പുണ്ടാകുന്ന ഡീലാ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. 1-2 തവണ പോവാം. അത് കഴിഞ്ഞാ ഡീൽ ഉറപ്പിക്കേണ്ടി വരില്ലേ? അതിനൊരു സാവകാശമൊക്കെ ഞാൻ ചോദിക്കും. അതിനുള്ളിൽ നമുക്ക് കിട്ടേണ്ടതൊക്കെ മാക്സിമം കളക്ട് ചെയ്യണം. എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. അല്ല, എന്താ അവിടെ പറയാൻ പോകുന്ന പേര്? ജഗ്ദീപ് സിംഗ്. ഇങ്ങനൊരു വേഷം കിട്ടേണ്ടി വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നന്ദുവിനോട് പറയുകയാണെങ്കിൽ അവളൊരു മീശയുടെ അടിയൊക്കെ വെച്ചോണ്ട് ഇറങ്ങിയേനെ. മുടിയില്ലാത്തതുകൊണ്ട് ആണാവാൻ അവൾക്ക് വലിയ താമസമൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിലേ അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും അവളിപ്പോ എന്നെ സഹായിക്കുന്നുണ്ട്. ആദർശേട്ടൻ MD സ്ഥാനം രാജിവെച്ചതും വീട് വിട്ട് ഇറങ്ങിയതും ഒക്കെ അവൾക്കും വലിയ ഷോക്കായിട്ടുണ്ട്. അതുകൊണ്ട് അവൾ കഴിയുന്ന രീതിയിൽ നമ്മളെ സഹായിക്കും. എന്നാലേ ഞാൻ പോയിട്ട് വരാം.